ദിന ആചരണവും അതോടനുബന്ധിച്ച് വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവുമാണ് ഇവിടെ നിർവഹിച്ചത്. കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും നമുക്കറിയാം, ഒരു കാലത്ത് ആലപ്പുഴ മുതൽ കോട്ടയം വരെ ഒരു കൊച്ചു കാലം ഒറ്റ തോർത്ത് കൊണ്ടെടുത്ത് പോയി, പത്രമൊന്നും ഇല്ലാത്തൊരു കാലത്ത് പത്രം എടുത്ത് കൊണ്ട് നിന്ന് വായിച്ച് അവിടെ ജനങ്ങളെ വായിപ്പിച്ച് വലിയൊരു ലൈബ്രറി സ്ഥാപിച്ച്, പിന്നെ കേരളം ഒട്ടാകെ ലൈബ്രറി സ്ഥാപിച്ച് ഗ്രന്ഥശാല സംഘത്തിന് ഒക്കെ നേതൃത്വം കൊടുത്തൊരു വ്യക്തിയുണ്ട്. ആരാണ്? PN പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനം ഓർമ്മ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പൊ പറയാൻ കാരണം അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് എനിക്ക് തോന്നുന്നു വിമുഖരപ്പിനോട് വെഞ്ഞാറമൂട് ഒരു ഗ്രന്ഥശാല തുടങ്ങി. ഞാനെന്റെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്താണ് എന്നെ ആദ്യത്തെ കവിത ചൊല്ലാൻ അവിടെ വിളിച്ചു. ദ്രൗപദി, കൃഷ്ണൻകുട്ടി സാറ്, അൽഫോൺസ് ടീച്ചർ, ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു. അതുകൊണ്ട് വളരെ പ്രാധാന്യമാണ് സാറിന്റെ ഇന്നിവിടെ കിട്ടിയത്. അത്തരത്തിൽ എനിക്ക് സാധാരണ ഓർമ്മ വരുന്നത് ഈ ഇത്തരത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് കടന്നു വന്നാണ് പിന്നീട് വളരെ പ്രശസ്തനായ നാടക രചനാരംഗത്ത് അതുപോലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഒഴുകിക്കൊണ്ട് സാർ കടന്നു വന്നത്. ഒരു ഓർമ്മ കൂടെ പറയട്ടെ, ഇതില് നമ്മൾ എന്ത് കൊടുത്താലും എപ്പോ പറഞ്ഞാലും സാർ കവിതയെന്നുള്ള നിമിഷകവി പോലെയാണ്. ഞാൻ NSSന്റെ ആളുകളെ എനിക്കെതിരെ ഒരു കവിത വേണമെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ സാറ് എനിക്കെതിരെ ഒരു കവിത എഴുതി ചൊല്ലിയിട്ട് തന്നു. അത് മാത്രമല്ല, ഒരുപാട് കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ആ വലിയ മനസ്സിനെ നമ്മളോടൊപ്പം അല്പസമയം സംവദിക്കുവാൻ ലഭിച്ചതിലുള്ള സന്തോഷം നമ്മുടെ എല്ലാം മഹാഭാഗ്യമായിട്ട് തന്നെ കരുതണം. ആ വാക്കുകൾക്ക് നിങ്ങളെല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കുക. വായനയാണ് ഏറ്റവും നല്ലത്. വായന ഒരു ലഹരിയാക്കി മാറ്റുക. വാക്കുകളുടെ മനോഹരമായ വിസ്മയം തീർക്കാനായിട്ട് കവികൾക്കും എഴുത്തുകാർക്കും ഒക്കെ സാധിക്കും. നിങ്ങൾ എഴുത്തിന്റെ പാത കൂടി സ്വീകരിക്കുക. അപ്പോ പുസ്തകങ്ങള് കാണുക, വായിക്കുക, മണക്കുക, രുചിക്കുക, കൂടുതൽ അതിലേക്ക് കടക്കുക. 2 വരി മാത്രം. പൂക്കളിൽ നിറഞ്ഞൊരു പൂവാടി പോലെ പുസ്തക ലോകമിതെത്ര കൃത്യം, പുത്തനറിവിൻ വെളിച്ചം പകരുമി പുസ്തകശാലയിലെത്ര രമ്യം. പുസ്തകങ്ങൾ ഒരുപാട് സ്നേഹിക്കുക, വായിക്കുക. നല്ല നല്ല പുസ്തകങ്ങൾ ശാസ്ത്രാഭിമുഖ്യങ്ങൾ വളർത്തുന്ന ചിന്തകളിലേക്ക് സദാത്മകതകളിലേക്ക് പോകുന്ന തരത്തിലുള്ള കൃതികൾ വായിക്കുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിലേക്ക് എനിക്ക് അല്പസമയം അനുവദിച്ചിട്ടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വായന ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.